AK ബാലൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കേൾക്കാം. ഒരു പരാമർശം നടത്തിയാൽ അദ്ദേഹം പറഞ്ഞ കാര്യം വസ്തുതയ്ക്ക് നിരക്കാത്തതാണെങ്കിൽ വസ്തുതകൾ വെച്ചുകൊണ്ട് തരൂർ പറഞ്ഞത് തെറ്റാണെന്ന് പറയാം. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വസ്തുതകൾ നിരത്തി വെച്ചുകൊണ്ട് കേരളത്തിന്റെ അഭൂതപൂർവമായ മുന്നേറ്റത്തെ സംബന്ധിച്ച് അതിശക്തമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം ലേഖനം എഴുതിയത്. അപ്പോൾ വസ്തുതകളെ വെച്ചുകൊണ്ടാണ് ശശി തരൂരിനെ നേരിടേണ്ടത്. ആ ലേഖനത്തിലെ എല്ലാ കാര്യങ്ങളോടും യോജിപ്പുള്ള ഒരാളല്ല ഞങ്ങൾ. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി UDFന്റെ ഭാഗത്ത് നിന്ന് ആഞ്ഞടിക്കുന്ന ആരോപണങ്ങൾക്ക് ശക്തമായിട്ടുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ച് 38ഓളം ശ്രദ്ധിക്കപ്പെടുന്ന അവാർഡുകൾ കേന്ദ്ര ഏജൻസി, വേൾഡ് ബാങ്ക് ഏജൻസി, കേന്ദ്ര ഗവൺമെന്റ് ഇവരുടെ ഭാഗത്തു നിന്ന് ബഹുമാനപ്പെട്ട പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ 1ഉം 2ഉം ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ AK ബാലൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞതിലെ പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം. വസ്തുതകൾ വെച്ചുകൊണ്ടാണ്, കണക്കുകൾ വെച്ചുകൊണ്ടാണ് ശശി തരൂരിന്റെ ലേഖനം. അപ്പോൾ അതിനെ വിമർശിക്കുമ്പോൾ, അതിനെ തള്ളി പറയുമ്പോൾ ആ വസ്തുതകൾ പറയാൻ കണക്കുകൾ വെച്ച് തന്നെ മറുപടി പറയണമെന്നാണ് AK ബാലൻ പറയുന്നത്. CPM പോലും പ്രതിരോധത്തിലാകുന്ന സമയത്ത് ആദ്യം പ്രതികരിക്കുന്ന പ്രതികരണങ്ങൾ ഒന്ന് AK ബാലൻ. എന്താണ് AK ബാലൻ വരാൻ വൈകിയത് എന്ന് ചിന്തിക്കുകയായിരുന്നു.